ദേവിക, ഡെസ്മയുടെ തുടക്കം, അപ്പൊ വീണ്ടും യൂട്യൂബ് ചാനൽ തന്നെ പിടിച്ചു. അതെ അതെ. എന്താണ് ബിസിനസ് മോഡൽ? നമ്മൾ അതിലേക്ക് വരാനുള്ള റീസൺ, ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഈ കാൻഡിഡേറ്റ്സ് തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേപ്പർ വർക്ക് എവിടെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു സജഷൻ എന്നോട് ചോദിക്കുമായിരുന്നു. അവർ തന്നെ പറയുമായിരുന്നു, ദേവിക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഏൽപ്പിക്കാം എന്ന് പറയുമായിരുന്നു. അതെ അതെ. ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചില കോഴ്സസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പേപ്പർ വർക്ക് ഉണ്ട്. ആ ഒരു പേപ്പർ വർക്ക് ചെയ്യാനായിട്ടായിരുന്നു അവരെന്നെ സമീപിച്ചത്. അങ്ങനെ വീട്ടിലിരുന്ന് തന്നെ ഫസ്റ്റ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തു. പ്രൊപ്രൈറ്ററിഷിപ്പ് തുടങ്ങി. ആദ്യത്തെ ഒരു മാസം നമുക്കൊരു 3 എൻറോൾമെന്റ്സ് ആണ് വന്നത് കാൻഡിഡേറ്റ്സ്. അപ്പോൾ എൻറോൾമെന്റ് എല്ലാം യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടുന്ന റെഫറൻസ് വഴി വരുന്നതാണ്. അതെ അതെ, എല്ലാം 3 പേര് വീട്ടിലിരുന്ന് വന്നു. അപ്പോൾ ഇത് രജിസ്ട്രേഷൻ. അപ്പോൾ എന്താണ് ഈ രജിസ്ട്രേഷൻ? ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവിടുത്തെ നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഇവിടെ നാട്ടിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന നഴ്സ് ആണെങ്കിൽ അവർക്കൊരു സ്റ്റേറ്റിൽ, ഏത് സ്റ്റേറ്റിലാണോ വർക്ക് ചെയ്യുന്നത് അവിടുന്ന് ഒരു ലൈസൻസ് വേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓസ്ട്രേലിയക്ക് ഒരു കോമൺ ലൈസൻസ് അതോറിറ്റിയാണ്, അതിനെ ആപ്ര നഴ്സിംഗ് രജിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതിന് പല സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻക്ലെക്സാറിന് എക്സാം ആണ്. എൻക്ലെക്സാറിന് ഒരു തിയറി ബേസ്ഡ് എക്സാം ആണ്. നമുക്ക് ഇന്ത്യയിൽ തന്നെ പല സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് ഒക്കെ ഉണ്ട്. ഒരു MCQ ബേസ്ഡ് എക്സാം ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ എക്സാം ആണ്. ഈ എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു കോച്ചിങ് എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം ഈ നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരിക്കണം മിക്ക നഴ്സസും. അപ്പോൾ അവരുടെ ആ ഒരു തിയറി ടച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ കോച്ചിങ് എടുത്താൽ പ്രോപ്പറായിട്ട് അവർക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് ഈ കോച്ചിങ് എടുക്കുന്നതാണ് അല്ല, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഈ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഡിസിഷൻ ലെറ്റർ വേണം. ആ ഡിസിഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് എക്സാമിലേക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിന്റെ കൂടെ തന്നെ നമ്മൾ കോച്ചിങ്ങിന്റെ ഗൈഡൻസും കൊടുക്കുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ്, ഇന്ത്യയിലെ നമ്പർ 1 എൻക്ലെക്സാറൻ കോച്ചിങ് സെന്റർ ആണ് പിന്നെ ഡെസ്മ സജസ്റ്റ് ചെയ്യുന്നത്. അവരുടെ പേപ്പർ വർക്കും ഡെസ്മ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് OSCE എന്ന് പറയുന്ന എക്സാം ആണ്. അത് ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ. ഓസ്ട്രേലിയയിൽ പ്രാക്ടിക്കൽ പോയി ചെയ്ത് ക്ലിയർ ചെയ്യേണ്ട ഒരു എക്സാം ആണ്. 2 സെൻറ്റേഴ്സ് ആണുള്ളത് OSCEക്ക്. ഒന്ന് മെൽബണിലും രണ്ടാമത്തേത് അഡലൈഡിലും. സോ ഇവിടെ ഏത് സെൻറ്റർ ആണോ കിട്ടുക എന്നുള്ളത് ആപ്രയാണ് ഡിസൈഡ് ചെയ്യുന്നത്. കാൻഡിഡേറ്റിന് ഒരു സെൻറ്റർ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത് ആപ്രയാണ്. അവിടെ പോകണമെങ്കിൽ വാലിഡ് വിസ വേണം. വിസിറ്റർ വിസ അപ്ലൈ ചെയ്തിട്ട് വേണം OSCE എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇവിടെയല്ല, നമ്മൾ അവിടെ ഓസ്ട്രേലിയയിൽ പോയി എഴുതണം. അതെ അതെ, രണ്ടാമത്തെ എക്സാം ഓസ്ട്രേലിയയിൽ പോയി അത് പാസ്സായി കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പ് ലാംഗ്വേജ് റിക്വയർമെന്റ് ആണ്. ചില കാൻഡിഡേറ്റ്സ് ആദ്യം എഴുതി വെക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ടെസ്റ്റ് വാലിഡിറ്റി ഉണ്ട്, 2 years ആണ്. അപ്പം നേരത്തെ നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യാറില്ല. ലാസ്റ്റ് സ്റ്റേജിൽ മാത്രമാണ് ഇതിന്റെ ആവശ്യമുള്ളൂ. ലാസ്റ്റ് സ്റ്റേജിൽ ലാംഗ്വേജ് റിക്വയർമെന്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസ്. അതെ അതെ, IELTS, OET, PT ഈ 3 എക്സാംസ് ആണ് കൂടുതലും നഴ്സസ് അറ്റൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ജോലി കിട്ടും. അത് കഴിഞ്ഞാൽ നമ്മൾ ജോബിന് ഇവിടുന്ന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യും. എനിക്ക് പറഞ്ഞത് മനസ്സിലായത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു രാത്രി കൊണ്ടോ ഒരു 2 ആഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ തീരുന്ന പ്രോസസ് അല്ല ഈ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് വിസ പ്രോസസ് എന്ന് പറയുന്നത്. അല്ല, ഈ നഴ്സിംഗ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ജേർണി എന്ന് പറയുമ്പോൾ ഒരു 1 year മിനിമം ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓരോ കാൻഡിഡേറ്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. എക്സ്പെൻസീവും ആണ്. കാൻഡിഡേറ്റ് ആണ് ഡിസൈഡ് ചെയ്യേണ്ടത് എപ്പോൾ അറ്റൻഡ് ചെയ്യണം എക്സാം, എത്ര ടൈം ഫ്രെയിമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ സൈഡിൽ നിന്ന് വേറെ ഡിലേയോ കാര്യങ്ങൾ ഉണ്ടാവില്ല. കാൻഡിഡേറ്റ് പറയുന്ന അനുസരിച്ച് ഡേറ്റ് കാര്യങ്ങളാണ് നമ്മൾ എടുത്തു കൊടുക്കുക. ഈ ഒരു കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ഒരു 8 to 8.5 lakhs ആണ് വരുന്നതെങ്കിലും അവിടുത്തെ ആനുവൽ സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി ഒരു 45 lakhs ആണ് ഓസ്ട്രേലിയയിൽ. അതെ അതെ, 45 ലക്ഷമാണ് പെർ ആനം വരുന്നത്. അപ്പോൾ ഈ ഒരു കോസ്റ്റ് 8-8.5 ലക്ഷം രൂപ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ് അവരുടെ ഒരു 2 മാസത്തെ സാലറി കൊണ്ട് തന്നെ അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ശരിക്കും അത് മാത്രമല്ല, അവിടെ PR-നുള്ള സാധ്യതയുണ്ടോ? അതെ, ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ PR ഫ്രണ്ട്ലി കൺട്രിയാണ്. അത് എല്ലാ പ്രൊഫഷനും അല്ല. നഴ്സസ് എന്ന് പറയുമ്പോൾ സ്കിൽഡ് ഷോർട്ടേജ് ലിസ്റ്റിലുള്ള പ്രൊഫഷനാണ്. പറ്റുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. അതെ അതെ, നഴ്സസിന് മെയിൻ ആയിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. സാലറി വൈസ് ആണെങ്കിലും ബാക്കി എന്ത് കാര്യങ്ങളും ആ മേഖലയിലേക്കാണ് താങ്കൾ തുടക്കം കുറിച്ചത്. അതെ അതെ. പക്ഷെ താങ്കൾ നേരത്തെ ചെയ്തിരുന്നത് അഡ്മിഷൻ എടുക്കുക, ഇതിന്റെ ഒരു പ്രോസസ്സായ കോളേജിൽ പഠിപ്പിക്കുന്ന അഡ്മിഷൻ കൊടുക്കുക എന്ന് മാത്രമായിരുന്നു. ഇത് കുറച്ചുകൂടെ വിശാലമായ പ്രൊഫഷനാണ്. ഇത് നന്നായി നഴ്സസിനെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് ഗൈഡ് ചെയ്ത് 1.5 വർഷം അവരെ നമ്മൾ കൈപിടിച്ച് കൊണ്ട് നടന്ന് അവിടെ കൊണ്ട് ആക്കി കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിലേക്കാണ് ആദ്യം 3 സ്റ്റുഡൻസ് വന്ന് കയറിയത്. തിരിച്ച് ആദ്യത്തെ സ്റ്റുഡന്റ് ആരായിരുന്നു? ആദ്യത്തെ നമ്മുടെ കാൻഡിഡേറ്റിന്റെ പേര് സ്മിത സെബാസ്റ്റ്യൻ എന്നാണ്. ആള് സക്സസ്ഫുള്ളി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ PR പ്രോസസ്സിലേക്ക്. ഞാൻ ഷിബിനിലേക്ക് വരാം.
ചില്ലറ കാര്യമല്ല കേട്ടോ. അല്ല. ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്ത് ഒരു ബിസിനസ്സായി കൺവേർട്ട് ചെയ്ത് പ്രോസസ്സും ഡോക്യുമെന്റേഷനും തുടങ്ങി. അതെ. എന്തൊക്കെ സംഭവിച്ചു ഇവനോടാണുള്ള കാര്യങ്ങളൊക്കെ തുറന്നു ചോദിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇത് സ്റ്റാർട്ടിങ് തുടങ്ങിയ സമയത്ത് ആകെ ഒരു 3 കാൻഡിഡേറ്റാണ് ഫസ്റ്റ് മന്ത് വെച്ചത്. അപ്പോൾ നമ്മളൊരു വലിയ ഓർഗനൈസേഷനായിട്ട് വളരുമെന്നോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് രജിസ്ട്രേഷൻ വരുമെന്നുള്ളതൊന്നും ഇല്ല. ഓക്കെ, നമ്മുടെ സാലറി കൂടുതൽ നമുക്കൊരു ഇൻകം വരുന്നു. ഓക്കെ, പിന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നതിൻ്റെ കംഫർട്ട്, ഇതൊക്കെയായിരുന്നു. ആദ്യത്തെ 3 കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് മന്ത് ആയി കഴിഞ്ഞപ്പോൾ അത് 6 കാൻഡിഡേറ്റായി, പിന്നെ 8 ആയി, 10 ആയി, 15 ആയി. ഇപ്പോൾ ദേവിക സ്വന്തമായിട്ട് തുടങ്ങി, കൂടെ അസിസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ പിന്നെ ബ്രദറിൻ്റെ വൈഫും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്യുമെൻറ്റേഷന് വേണ്ടി. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ ഈ തുടക്കത്തിൽ ഇത് വീട്ടിലിരുന്നല്ലേ ചെയ്യണേ? അതെ. അപ്പോൾ ഒരു സ്ഥാപനമാക്കണമെങ്കിൽ ഓഫീസൊക്കെ വേണ്ടേ? അതെ. അപ്പോൾ ഈ യൂട്യൂബ് വഴി ദേവിക പരിചയമുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ പ്രോസസ്സ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ധൈര്യപൂർവ്വം ദേവികയുടെ അടുത്ത് കൊടുത്തത്. അപ്പോൾ അതല്ലാതെയും കുറച്ച് ദേവികനെ അറിയാത്ത യൂട്യൂബിൽ കണ്ട് മാത്രം പരിചയമുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ഫീസ് ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ തന്നെയും ടോട്ടൽ എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ അവർക്ക് നേരിട്ട് വന്നൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓഫീസ് സ്പേസ് ഇല്ല. വീട്ടിലോട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാൻഡിഡേറ്റിനോട്. അപ്പോൾ നമുക്കൊരു ഓഫീസ് സ്പേസ് വേണം. അങ്ങനെ ഞങ്ങൾ അരൂർ തന്നെ ഒരു ഓഫീസ് സ്പേസ് എടുത്തു. ഓഫീസ് സ്പേസ് എടുത്ത് എൻ്റെ ബ്രദറിൻ്റെ വൈഫും കൂടി അവിടെ ഡോക്യുമെൻറ്റേഷൻ അസിസ്റ്റൻസിന് വേണ്ടി ജോയിൻ ചെയ്തു. നമ്മൾ MLA കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിട്ട് നമ്മളവിടെ ടെസ്മ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഓഫീസായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഉണ്ട്, ബ്രദറിൻ്റെ വൈഫും ഉണ്ട്. അതെ. പിന്നീട് ദേവിക തന്നെ പറയട്ടെ, അത് വളർന്ന് എത്ര പേരായി എന്ന്? നമുക്കിപ്പോൾ ടോട്ടൽ ഒരു 18 സ്റ്റാഫാണ്. എക്സലന്റ്. താങ്കൾ ജോലി ചെയ്യുന്ന ഒരാളിന്ന് 18 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു അല്ലേ ഷിബിൻ? അപ്പൊ ഷിബിന്റെ ജോലി എന്തായി ആ സമയത്ത്? ഞാൻ പറഞ്ഞല്ലോ, ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ഗ്രോത്ത് ആണ് വന്നത്. ഈ 3 എന്ന നമ്പർ പെർ മന്ത് 15 എന്നതിലോട്ട് വന്നപ്പോൾ അക്യുമുലേറ്റ് ചെയ്ത് വരുവാണ് കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഇവർക്ക് ഹാൻഡിൽ ചെയ്യുന്നതിൽ കൂടുതൽ വർക്ക് വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ജോബിൽ നിന്ന് ഏതായാലും റിസൈൻ ചെയ്ത് ഇങ്ങോട്ട് വരേണ്ട അത്യാവശ്യമുണ്ടായി. കാരണം ഞാൻ നോക്കുമ്പോൾ എൻ്റെ സാലറിനേക്കാളും കൂടുതൽ ഏർണിങ്സ് ഇതിലോട്ട് വരുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ അന്ന് ഞാനൊരു മാർക്കറ്റ് റിസർച്ചറാണ്. ഞാൻ ഒരുപാട് റിസർച്ചും കാര്യങ്ങളും വേറെ കമ്പനീസിനൊക്കെ വേണ്ടി ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഓസ്ട്രേലിയ വളരെ പ്രോസ്പെക്റ്റീവാണ്. ഇനിയുള്ള ഹെൽത്ത് കെയർ സെക്ടർ ബൂം ചെയ്യാൻ പോകുന്നതും നഴ്സസിന് കൂടുതൽ സാധ്യത കണ്ടുകൊണ്ട് താങ്കൾ റിസൈൻ ചെയ്തു? അതെ, ഞാൻ കർബണാടത്തിൽ നിന്ന് റിസൈൻ ചെയ്തു. നല്ലൊരു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. അതെ അതെ, ഭാര്യ തുടങ്ങിയ സംരംഭത്തിലേക്കാണ്. അതെ അതെ. എക്സലന്റ്. അപ്പോൾ അങ്ങോട്ട് ജോയിൻ ചെയ്തു. പ്രൊപ്പറേറ്റർഷിപ്പ് ആയിരുന്ന കമ്പനി നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കി ഇൻകോപ്പറേറ്റ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ പിന്നെ അവിടെ നിന്നുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തത്.